أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالعرجون القديم. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് യാസീൻ അതിൻ്റെ 37 മുതൽ 40 കൂടി 4 ആയത്തുകളാണ് ഓതിവെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹുൻ നഹാറ ഫഇദാ ഹും മുദ്ലിമൂൻ. വആയത്തുൽ ലഹും, അവർക്കൊരു ദൃഷ്ടാന്തമാണ്. അൽ ലൈലു, രാത്രി അവർക്കൊരു ദൃഷ്ടാന്തമാണ്. നസ്ലഖു മിൻഹു, നാം അതിൽ നിന്ന് ഊരിയെടുക്കുന്നു. അന്നഹാറ, പകലിന്. ഫൈദാഹും മുദ്ലിമൂൻ, ഫൈദാഹും, അപ്പോൾ അവരതാ മുദ്ലിമൂൻ, ഇരുട്ടിലായിത്തീർന്നു. അപ്പോൾ അവർ ഇരുട്ടിൽ ആയിത്തീർന്നു. വശംസു തജ്രി ലിമുസ്തഖരിൻ ലഹാ. വശംസു, സൂര്യൻ, തജ്രി, അത് സഞ്ചരിക്കുന്നു. ലിമുസ്തഖരിൻ, ലിമുസ്തഖരിൻ ലഹ, അതിൻ്റെ നിശ്ചലാവസ്ഥയിലേക്ക്, അതിൻ്റെ നിശ്ചല സ്ഥാനത്തേക്ക് സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ദാലിക, അത്, തഖദീർ, നിശ്ചയമാണ്, കണക്കാണ്. അൽ അസീസി, പ്രതാപശാലിയുടെ, അൽ അലീം, സർവം അറിയുന്നവൻ്റെ, സർവജ്ഞാനിയും പ്രതാപശാലിയുമായ അള്ളാഹുവിൻ്റെ കണക്കനുസരിച്ച് കൊണ്ടായി ആണ് അത്. വൽ ഖമറ, ചന്ദ്രൻ, ഖദ്ദർനാഹു, നാം അതിന് നിശ്ചയിച്ചിരിക്കുന്നു. മനാസില, ചില ഘട്ടങ്ങൾ. ചന്ദ്രന് നാം ചില ഘട്ടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. ഹത്ത ആദ, അത് തിരിച്ചു പോകുന്നത് വരെ, അത് മടങ്ങിപ്പോകുന്നത് വരെ. കൽ ഉർജൂനി, ഈത്തപ്പനക്കുലയുടെ തണ്ട് പോലെ. അൽ ഖദീം, പഴകിയ അഥവാ പഴയ ഈത്തപ്പനക്കുലയുടെ തണ്ട് പോലെ ആയിത്തീരുന്നത് വരെ. ലശംസു യംബഗി ലഹാ. ലശംസു, സൂര്യന്, യംബഗി ലഹാ, അതിന് കഴിയില്ല. അൻ തുദ്രിക്കൽ ഖമറ, ചന്ദ്രനെ പ്രാപിക്കാൻ. സൂര്യന് ചന്ദ്രനെ പ്രാപിക്കാൻ കഴിയില്ല. വലല്ലൈലു, രാത്രിയെ സംബന്ധിച്ചിടത്തോളം, സാബിഖുൻ നഹാർ, അതിന് പകലിനെ മറികടക്കാനും സാധ്യമല്ല. വലല്ലൈലു സാബിഖുൻ നഹാർ, രാത്രിക്ക് പകലിനെ മറികടക്കാനും സാധ്യമല്ല.
വക്കുല്ലുൻ എല്ലാം തന്നെ ഫീ ഫലക്കിൻ അതിൻ്റെ പഥത്തിൽ യസ്ബഹൂൻ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം അതിൻ്റെ പഥത്തിൽ നീന്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ എല്ലാറ്റിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നും നിങ്ങളിൽ നിന്നും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്നും നിങ്ങൾക്കറിയാത്തവയിൽ നിന്നുമൊക്കെ ഇണകളെ അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഇവിടെ പടച്ച തമ്പുരാൻ മറ്റൊരു ദൃഷ്ടാന്തം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയാണ്. രാത്രി എന്ന് പറയുന്നത് അതിൽ നിന്ന് പകലിനെ അല്ലാഹു ഊരിയെടുക്കുകയാണ്. വല്ലാത്ത ഒരു ശൈലിയിലാണ് അല്ലാഹു ഇതിനെ പരാമർശിച്ചിട്ടുള്ളത്. രാത്രി അതിനെ നസ്ലഖു മിൻഹു നഹാർ, ആ രാത്രിയിൽ നിന്ന് പകലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഊരിയെടുക്കുന്നു. അപ്പോൾ ആകെ ഇരുട്ടായി മാറുന്നു. എല്ലാ ശബ്ദങ്ങളും കെട്ടടങ്ങുന്ന ശാന്തമായ രാത്രിയെ സംബന്ധിച്ചിടത്തോളം ആ രാത്രിയിലെ ഉറക്കം നമ്മളൊരു മരണമായി തന്നെ കാണണം. പിന്നെ നമ്മൾ നിശ്ചലാവസ്ഥയിലാണ്, ഒരനക്കവുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. പകല് നേരം പുലരുന്ന സമയം അത് കാഹളത്തിൽ ഊതുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടേണ്ടത്. ഒരു വസ്തുവിൻ്റെ പ്രയോജനവും ഇനങ്ങളുമൊക്കെ തന്നെ അതിന് വിപരീതത്തിലൂടെ ആണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതായത് രാത്രിയെ മാത്രം പറയാതെ പകലിനെ കൂടി പറയുമ്പോൾ ഒന്നുകൂടി വ്യക്തത വരും. രാത്രിയിൽ നിന്ന് അല്ലാഹു പകലിനെ ഊരിയെടുക്കുന്നു, അഥവാ അതിൽ നിന്ന് എടുത്തു മാറ്റുന്നു. വെളിച്ചത്തിൻ്റെ എല്ലാ അവസ്ഥകളും തീർത്തും മാറ്റണം. അപ്പം രാത്രിയിൽ വൈദാഹും മുദ്രിമൂൻ അവർ ഇരുട്ടുള്ളതായിത്തീരണം. ഏത് നിലക്ക് പരിശോധിച്ചാലും നമ്മളുടെ ജീവിതാനുഭവങ്ങളിലൂടെ രാത്രി ഒരു മനുഷ്യൻ കടന്നുറങ്ങിയാൽ മരിച്ചതിന് തുല്യമായിട്ടാണല്ലോ ഉണ്ടാകുന്നത്. ഒരനക്കവുമില്ലല്ലോ. പകലെങ്ങാനും ആ സ്ഥിതി തുടരുകയാണെങ്കിൽ അയാളെ മയ്യത്തെടുക്കാനേ പറ്റുള്ളൂ. മറ്റൊന്ന് അല്ലാഹു പറഞ്ഞു, വശംസു തജ്രി ലി മുസ്തഖരില, സൂര്യൻ അതിൻ്റെ സ്ഥിരമായ സ്ഥാനത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സ്ഥിരമായ സ്ഥാനമെന്ന് പറഞ്ഞാൽ സൂര്യനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അനക്കമില്ലാത്ത അവസ്ഥ വരുന്നത് അത് ഖിയാമത്ത് നാളിലാണ്. സൂര്യൻ അനക്കല്ല, രാവില്ല പകലില്ല, രാവിലല്ല വൈകുന്നേരമല്ല, ആ ഒരൊറ്റ നിൽപ്പ്. അതിലേക്ക് അഥവാ ഖിയാമത്ത് നാളിലേക്ക് സൂര്യൻ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതം അവസാനിക്കാറായിരിക്കുന്നു എന്നർത്ഥം. ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് സൂര്യൻ സഞ്ചരിക്കുന്നു, അതായത് നമ്മളും അവിടേക്ക് എത്തുന്നു. അത് പ്രതാപശാലിയായ സർവം അറിയുന്ന അള്ളാഹുവിൻ്റെ കണക്കനുസരിച്ചാണ്. പടച്ച തമ്പുരാൻ കൃത്യമായ കണക്ക് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സൂര്യൻ്റെ ഈ അവസ്ഥ നൽകിയിരിക്കുന്നതെന്നർത്ഥം. ഒരു ദിവസം സൂര്യൻ നിശ്ചലമാകും, അതിൻ്റെ നിയോഗം അതോടുകൂടി അവസാനിക്കുകയും ചെയ്യും. ആ അവസാനത്തിലേക്ക്, മുസ്തഖറിലേക്ക്, അതിൻ്റെ നിശ്ചിതമായി നിലനിൽക്കുന്ന, കൃത്യമായി നിൽക്കുന്ന അവസ്ഥയിലേക്ക്, അവിടേക്കാണ് സൂര്യൻ അങ്ങനെ തജ്രി നടന്നുകൊണ്ടിരിക്കുന്നത്. മരണത്തിലേക്ക് നമ്മൾ നടക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണിത്.
അനക്കമില്ലാത്ത അവസ്ഥയിലേക്ക് സൂര്യൻ ചെന്നെത്താൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ വൽ ഖമറ, ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഖദ്ദർനാഹു മനാസില, അള്ളാഹു ചില ഘട്ടങ്ങൾ അതിനുണ്ടാക്കിയിട്ടുണ്ട്. അവസാനം അത് മടങ്ങിയിട്ട് ഈത്തപ്പന കുലയുടെ തണ്ട്, പഴകിയ തണ്ട് പോലെ അത് വളഞ്ഞ് ഇങ്ങനെ ഒരു പ്രത്യേക ആകൃതിയിലായി മാറും. ആ ചന്ദ്രൻ്റെ ഘടന നമുക്കറിയാലോ. ആദ്യം നമ്മൾ മാസപ്പിറവി കാണുന്ന സമയത്ത് അതുപോലുള്ള ഒരവസ്ഥ, അഥവാ പറ്റ പഴകിയ ഈത്തപ്പനക്കൊലയുടെ തണ്ട് അതിങ്ങനെ വളഞ്ഞു നിൽക്കും. ആ വളഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ മാസപ്പിറവി കാണുന്നത്. അതങ്ങനെ പിന്നെ പിന്നെ ആ ഭാഗം നിറഞ്ഞു വരുന്നു. എന്നിട്ട് അവസാനം അതിൻ്റെ ആ മാസം അവസാനിക്കാറാകുന്ന സമയത്ത് അതേപോലെ തന്നെ ഒരു ഈത്തപ്പന കൊലയുടെ തണ്ട് പോലെ അതേ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നു. ഹത്ത ആദ അത് മടങ്ങി വരുന്നത് വരെ കൽ ഉർജൂനിൽ ഖദീം, പഴയ ഈത്തപ്പന കൊലയുടെ തണ്ട് പോലെ. അപ്പോൾ ഏതിൽ നിന്നാണോ ചന്ദ്രൻ തുടങ്ങിയത് അതേ സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നു എന്നർത്ഥം. ചില ഘട്ടങ്ങൾ അള്ളാഹു ചന്ദ്രൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വളരെ സ്പഷ്ടമായ, ചിന്താർഹമായ വാചകങ്ങളാണിതൊക്കെ. വീണ്ടും അള്ളാഹു പറയുന്നു, ലശംസു യംബഗി ലഹാ അൻ തുദ്രിക്കൽ ഖമർ. സൂര്യനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രനെ പ്രാപിക്കാൻ കഴിയില്ല. ചന്ദ്രനെ ഒന്ന് കടന്ന് വെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ അതിനെ പിടിച്ച് അതിൻ്റെ സ്ഥലം കുറച്ചുകൂടി ഇങ്ങോട്ട് കവർന്നെടുക്കുക, പകലിനൊരിക്കലും പകലിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈർഘ്യം കൂട്ടാനോ കുറക്കാനോ കഴിയില്ല. അതേപോലെ തന്നെ രാത്രിയെ സംബന്ധിച്ചിടത്തോളം രാത്രിക്കും വലല്ലേലു സാബിഖുൻ നഹാർ, പകലിന് രാത്രിയെ അതിജയിക്കാനും കഴിയില്ല. കുറച്ചുകൂടി അധികം നമ്മൾ രാത്രി നിൽക്കട്ടെ എന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ പകൽ നിൽക്കട്ടെ എന്ന് തീരുമാനിക്കുക സാധ്യമല്ല. എല്ലാം തന്നെ കുല്ലുൻ ഫി ഫലക്കിൻ യസ്ബഹൂൻ, എല്ലാം അതിൻ്റെ പഥത്തിൽ നീന്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് ഇവയെല്ലാം തന്നെ യുക്തിയുക്തമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ചലനത്തിന് ഒരുപോലെ കാണാൻ കഴിയില്ല. ചന്ദ്രൻ്റെ യാത്ര, സൂര്യൻ്റെ യാത്ര, അതൊക്കെ തന്നെ വേറെ വേറെ തന്നെയാണ്. ഒരിക്കലും ഒന്നിനൊന്നിൻ്റെ സമയം കവർന്നെടുക്കാനോ അല്ലെങ്കിൽ അതിലേക്കൊരല്പം കൂട്ടാനോ കഴിയില്ല എന്നർത്ഥം. ഈ നിലക്ക് നമ്മൾ ഓതുന്ന ഈ ആയത്ത്, അതിൻ്റെ അർത്ഥം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. പഠിച്ചത് അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഉദവി നൽകി അനുഗ്രഹിക്കട്ടെ. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.